ഓണത്തെ വരവേറ്റ് ബ്യൂട്ടി സിൽക്സ് ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈനിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ആഘോഷിക്കൂ ഈ ഓണം മിന്നിച്ചോണം ബ്യൂട്ടിയോടൊപ്പം. ബ്യൂട്ടി സിൽക്സ്. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിൽ സ്വകാര്യ വ്യക്തി തോട് ബണ്ട് പൊട്ടിച്ച് പാടത്തേക്ക് വെള്ളമൊഴുക്കിയതായി പരാതി. കൊണ്ടാഴി പഞ്ചായത്തിലെ ചേലക്കോട് തെക്കുമുറി പാടശേഖരത്തിലാണ് സ്വകാര്യ വ്യക്തി തോടുബണ്ട് പൊട്ടിച്ച് പാടത്തേക്ക് വെള്ളം ഒഴുക്കിയതിനെ തുടർന്ന് ഏക്കർ കണക്കിന് പാടശേഖരത്തിലെ വിത്തും ഞാറുകളും നശിച്ചത്. റോഡിന് വശത്തുകൂടെ പോകുന്ന തോടുബണ്ടാണ് പൊട്ടിച്ച് പാടത്തേക്ക് വെള്ളമൊഴുക്കിയത്. 45 ചാക്കോളം വിത്തുകളാണ് ഇതുമൂലം നശിച്ചത്. സ്വന്തം സ്ഥലം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധ പ്രവൃത്തി സ്വകാര്യ വ്യക്തി ചെയ്തതെന്ന് തെക്കുമുറി പാടശേഖര സെക്രട്ടറി വേണു പറഞ്ഞു. ഇവിടെ കിലോമീറ്ററുകൾക്കപ്പുറം 2-3 മലകൾക്കുള്ളിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ സൂപ്പിപ്പടി എന്ന് പറഞ്ഞ സ്ഥലം. അത് എൻ്റെ പാടശേഖരത്തിൽപ്പെട്ട സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഒരു 10-40 ചാക്ക് വിത്ത് പാടത്ത് ഞാറിട്ടുണ്ടായിരുന്നു. ആ വെള്ളം റോഡിൻ്റെ അരികിൽ കൂടെ പോകുന്ന തോട് ഒരു സ്വകാര്യ വ്യക്തി കുത്തിപ്പൊളിച്ച് പാടത്തേക്ക് കയറ്റി അങ്ങോട്ട് സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടി കയറ്റി. അത് കാരണം ഇപ്പോൾ ഒരു 10-40 ചാക്ക് വിത്ത് കംപ്ലീറ്റ് നശിച്ച് ഞാറ് കംപ്ലീറ്റ് നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ട എല്ലാവരും ഇതിനു വേണ്ടി ഇത് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇവിടെ തെക്കുമുറി പാടശേഖരം 300 ഏക്കർ സ്ഥലം ഞങ്ങൾ നെൽകൃഷി നിർത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ബന്ധപ്പെട്ടവരൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി ചെയ്തത്. വിളനഷ്ടവും സാമ്പത്തിക നഷ്ടവും മൂലം കാർഷിക മേഖല പ്രതിസന്ധി നേരിടുമ്പോൾ അധികാരികൾ ഇത്തരം ഹീനപ്രവർത്തികൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കാർഷിക രംഗത്ത് നിന്ന് തന്നെ പിന്മാറാൻ തന്നെയാണ് കർഷകരുടെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. VCV ന്യൂസ്, കൊണ്ടാഴി.